ശരി, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വോട്ടൊക്കെ ആരുടെ പെട്ടിയിലാണ് വീണത് എന്ന് നമുക്ക് അറിയണം. നമുക്ക് വയനാട്ടിലേക്ക് പോയാൽ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ, അതായത് കഴിഞ്ഞ തവണത്തെ വിധിയെഴുത്തിനേക്കാൾ കുറവ് പോളിംഗ് ആണ് ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് 64.54% മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്ക ഗാന്ധിക്ക് UDF ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്നെങ്കിലും വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതികരണം. PS രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഭൂരിപക്ഷം കുറയുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് വയനാട്ടിൽ എന്നൊരു ചോദ്യവുമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് പോളിംഗ് എന്നത് തന്നെയാണ്. മുന്നണികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വിനീത, പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം എന്നുള്ള UDFന്റെ സ്വപ്നത്തിന് തുടക്കത്തിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം 14 ലക്ഷമാണ് ഇവിടുത്തെ വോട്ടർമാർ. കഴിഞ്ഞ തവണ 13,57,000 ആയിരുന്നു. അതിൽ 10 ലക്ഷമാണ് പോൾ ചെയ്തത്. 10 ലക്ഷം പോൾ ചെയ്യപ്പെട്ടപ്പോൾ 4 ലക്ഷത്തിൻ്റെ അടുത്ത് കുറഞ്ഞ ശതമാനം മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പക്ഷേ ഇത്തവണ ആകുമ്പോഴേക്കും 10% പോളിംഗിൽ കുറവ് വന്നിരിക്കുന്നത്. 2024 ഏറ്റവും ഒടുവിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 73% പോളിംഗ് രേഖപ്പെടുത്തിയെടുത്ത് ഇപ്പോൾ 64 എത്തിയിരിക്കുന്നു. ഏകദേശം 9% പോളിംഗിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഈ കുറവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിലായിരിക്കും കുറയുക എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഈസി വോക്ക് ഓവറാണ് എന്ന കാര്യം ഷുവറായിരുന്നു, ഉറപ്പായിരുന്നു. പക്ഷെ അവർക്കൊരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെപ്പോലെ എലഗൻ്റായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ 5 ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. LDFനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം പരിക്കില്ലാതെ പരാജയപ്പെടുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ഇരട്ടിയാക്കിയതാണ്. അത് സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോഴാണ്. അത്ര കണ്ട് 140 എത്തിയില്ലെങ്കിലും 1 ലക്ഷത്തിൽ കവിഞ്ഞ വോട്ടുണ്ടായാൽ പോലും നവ്യ ഹരിദാസിന് നല്ല വോട്ടാണ്. കാരണം അതിനു മുന്നേ 2019 വെറും 75,000 വോട്ടുണ്ടായിരുന്നത്. അതൊരു 1 ലക്ഷത്തിൽ എത്തി നിർത്തിയാലും ഒരു പരിക്കില്ലാത്ത പരാജയം നവ്യ ഹരിദാസിന് ഉറപ്പാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ആനി രാജ ഏകദേശം 26% വോട്ട് കഴിഞ്ഞ തവണ നേടിയിരുന്നു. അതൊരു 25 ആയാലും സത്യൻ മൊകേരിയെ സംബന്ധിച്ച് അത് വലിയ പരിക്കില്ലാത്ത പരാജയം തന്നെയാണ്. അപ്പോൾ പരിക്കില്ലാതെ പരാജയപ്പെടണമെന്ന LDFന്റെയും BJPയുടെയും ആഗ്രഹത്തിനാണോ അതോ 5 ലക്ഷം കവിയണമെന്ന പ്രിയങ്ക ഗാന്ധിയുടെയും UDFന്റെയും സ്വപ്നത്തിനാണോ മങ്ങലേൽക്കുക എന്നാണ് അറിയേണ്ടത്. LDF പറയുന്നത് UDFന്റെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയത്. UDF പറയുന്നു അവരുടെ വോട്ടുകളൊക്കെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയത്. അവിടെ ഏകദേശം 68% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീഗിന്റെ കോട്ടയാണ് ഏറനാട്. എന്ന് പറഞ്ഞാൽ ലീഗ് കൃത്യമായി പോൾ ചെയ്യാൻ ശ്രമിച്ചുവെന്നും കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്തില്ല എന്ന് വേണം കണക്കാക്കാൻ. ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിൻ്റെ ആലസ്യവും ഒരു ഏകപക്ഷീയമായി UDFന്റെ കോട്ടയിൽ ഇനിയിപ്പോൾ ആരും വോട്ട് ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു മടുപ്പും ഒക്കെ ആളുകൾക്കുണ്ട്. ആ മടുപ്പും ആലസ്യവും ഒക്കെ ഈ പ്രചാരണത്തിനും ഉണ്ടായിരുന്നു. അത് പോളിംഗിനെയും ബാധിച്ചിട്ടുണ്ട്. ഇനി അത് ആരുടെ വിജയത്തെയാണ് ബാധിക്കുക എന്നുള്ള, വിജയത്തെ ബാധിക്കാൻ പോകുന്നില്ല, അത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. 5 ലക്ഷം ഒന്നും ഇല്ലെങ്കിൽ ഒരു 3 ലക്ഷത്തിൽ കവിഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ UDFന്റെ പ്രതീക്ഷ. ശരി, PS രഞ്ജിത്താണ് വയനാട്ടിൽ നിന്ന് വിശദമായ വിശകലനം നൽകിയത്. ഏതായാലും ഭൂരിപക്ഷം കുറയും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്.